നമസ്കാരം. ഇന്ന് നോമിൻ്റെ ബർത്ത്ഡേ ആണ്. ഇന്ന് ആറ്റുകാൽ പൊങ്കാലയും കൂടാണ്. ആറ്റുകാൽ അമ്മയുടെ പൊങ്കാല എന്താണെന്ന് അറിയാത്ത മലയാളികളൊന്നും കാണില്ല. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിന് ഭയങ്കര സംതൃപ്തിയായിരുന്നു. വീടിൻ്റെ മുമ്പിൽ തന്നെ പൊങ്കാലയിടാൻ പറ്റി. അതുകൂടാതെ ഇത്തവണ ദേവയുടെ ഫാമിലിയും നമ്മുടെ കൂടെ ചേർന്നിട്ടുണ്ട്. എല്ലാ വർഷവും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പൊങ്കാല കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് ഈവനിങ് തൊട്ട് തന്നെ ആൾക്കാർ ഡിസ്കസ് ചെയ്യും, ഇനി അടുത്ത പൊങ്കാല എന്നാ, അടുത്ത വർഷം ഇനി എപ്പോഴായിരിക്കും. ആ ഒരു വെയിറ്റിംഗ് ഉണ്ടല്ലോ. എത്ര തിരക്കാന്നൊക്കെ പറഞ്ഞാലും ഈ ദിവസം എങ്ങനെയെങ്കിലുമൊക്കെ എല്ലാവരും വന്നെത്തി പൊങ്കാലയിടും. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം പൊങ്കാലയ്ക്ക് ഉണ്ടാക്കുന്ന പായസങ്ങളുണ്ടല്ലോ, പൊങ്കാല കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കാനും ഭയങ്കര ആവേശമാണ്. എല്ലാവരും കൂടെ ഇരുന്നിട്ടേ ദൈവം സഹായിച്ച് എല്ലാം ഭംഗിയായിട്ട് നടന്നു. അത് കഴിഞ്ഞ് വൈകിട്ട് എല്ലാവരെയും കൊണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി. ഇനി അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടേതായ കുറച്ച് പരിപാടിയുണ്ട്. വേറൊന്നുമല്ല, എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്നൊരു കേക്ക് കട്ടിങ് വീട്ടിലുണ്ടായിരുന്നു. അതിനുശേഷം ഡിന്നർ കഴിക്കാനും പോയി. ഞാനങ്ങനെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഡിന്നർ കഴിക്കാൻ ഓബൈ താമരയിൽ വന്നു. ബർത്ത്ഡേ ഇന്നലെ ആയിരുന്നു, ഞങ്ങൾ അറിഞ്ഞില്ല, കഴിഞ്ഞു പോയല്ലോ എന്നൊക്കെ ഓർത്ത് വേവലാതിപ്പെടുന്ന ആൾക്കാരോട് കഴിഞ്ഞെങ്കിലും കുഴപ്പമില്ല, ഗിഫ്റ്റൊക്കെ ഇനിയാണെങ്കിലും ഞാൻ സ്വീകരിക്കുന്നതാണ്. ആഘോഷങ്ങൾ എന്നും എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. ബൈ ദ ബൈ, അടുത്ത സർപ്രൈസ്, അടുത്ത കേക്ക് ഓബൈ താമരയിലാണ്. പണ്ട് സ്ഥിരം വരുന്നൊരു സ്പോട്ടായിരുന്നു. ദൈവത്തിന് നന്ദി, കാണുന്ന നിങ്ങൾക്കും നന്ദി.